മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നോളൂ. അല്ലെങ്കിൽ എന്താവുമെന്നറിയോ? ഈ ലേസർ കണ്ണുകൊണ്ട് മുകളിലേക്ക് അയക്കും. നിങ്ങൾ ഒറ്റൊരെണ്ണം ഇവിടെ ഉണ്ടാവില്ല. മനസ്സിലായോ കുട്ടി? എന്നെ കുട്ടി എന്ന് വിളിക്കരുത്. ഞാൻ മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചോ, ഇല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരെ കൊണ്ടുപോകും ഞങ്ങളെ. ഡാമിലുള്ള മണ്ണിൽ സ്വർണ്ണമുണ്ട്. അത് നിങ്ങൾ തനിയെ എടുക്കാണ്. കൊള്ളാം, മിടുക്കൻ, എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ നിനക്ക് ബുദ്ധിയില്ലെന്ന് മനസ്സിലായി. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ രഹസ്യ തൊഴിൽ നീ കണ്ടുപിടിക്കില്ലായിരുന്നു. ഇപ്പൊ കുട്ടി കുടുങ്ങിയില്ലേ? എന്നെ കുട്ടി എന്ന് വിളിക്കരുത്, എന്നെ ശിവ എന്ന് വിളിക്കണം. ശിവ, ഈ സ്വർണം വേദനഗരത്തിന്റെ ജനങ്ങളുടേതാണ്. ഇത് എടുത്തോണ്ട് പോകാൻ കഴിയില്ല. പറ്റില്ല എന്നുള്ളൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല കുട്ടി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതും കൂടി നിങ്ങളുടെ ഡിക്ഷണറി ചേർത്തോളൂ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാക്കുകൾ നിങ്ങൾ ഡിക്ഷണറിയിൽ ചേർക്കേണ്ടി വരും. പേട്ടു, ഇവരെ കൊണ്ടുപോയ ലോക്കപ്പിലിട്ട് പൂട്ട് വേഗം. ബാക്കി എല്ലാവരും എന്റെ കൂടെ വരൂ. എന്റെ പ്ലാൻ കുറെ മാറ്റേണ്ടതുണ്ട്. യെസ് ഡോക്ടർ ബാങ്ക്. ആദ്യം ഇവര് പ്ലാൻ എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ കുട്ടികൾക്കെല്ലാം മനസ്സിലായി. ഈ കുട്ടികളെ അന്വേഷിച്ച് ഇന്ന് ഇവരുടെ വീട്ടുകാരൻ ലേക്കിന്റെ അടുത്ത് എത്താൻ സാധ്യതയുണ്ട്. ചെളി നിറച്ച ബാഗ് അവരുടെ കൈ കിട്ടിയ പദ്ധതികളെല്ലാം തന്നെ പൊളിയും. എനിക്ക് എന്റെ ജോലി തീർക്കാനാവില്ല. അപ്പോ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഏതാ സ്റ്റാമ്പ് ബോംബ് വെച്ച് പൊളിക്കേണ്ടി വരും. ഡാമില്ലെങ്കിൽ പിന്നെ അവിടെ മുഴുവനും തരിശു ഭൂമിയായി മാറും. അത് കഴിഞ്ഞ് ഞാൻ ആ സ്ഥലം ഗവൺമെന്റിൽ നിന്നും വിലയ്ക്ക് വാങ്ങും. റിസർച്ച് ചെയ്യാനാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകും. ഗവൺമെന്റിന് വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ദൂരെ ഒരു സ്ഥലത്ത് നല്ല ഡാം പണിത് തരാമെന്ന് ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യും. അവരൊരിക്കലും അത് വേണ്ടെന്ന് പറയില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടണം. വെദേഴ്സ് ഡാമിനെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. നമ്മൾ തറയിൽ നിന്നും വളരെ താഴെയാണുള്ളത്. ഡോഗി, ഡോഗി. ഗുഡ് ബോയ്. ഡോഗി, അവിടെ നോക്ക്. അവിടെ ഒരാൾ ഉറങ്ങുന്നില്ലേ? അയാളുടെ പോക്കറ്റിൽ ചാവിയുണ്ട്. ചാവി അതെടുത്തോണ്ട് വാ. ഡോഗി, ഗോ ഡോഗി ഗോ. പോയി ആ ചാവി എടുത്തോണ്ട് വാ. ഓ ഡോഗി, ദാ അവിടെ ചാവിയുണ്ട്. ചാവി എടുക്ക വേഗം. Good boy, doggy. Good boy. Ladu Singh sir, വേഗം വേദാസ് ലേക്കിലേക്ക് വരണം. അവിടെ ഒരുപാട് കള്ളന്മാരുണ്ട്. വേദാസ് ലേക്ക് തകർക്കാൻ അതൊന്നും പാറക്കല്ലല്ലോ. നീ എന്ത് മണ്ടത്തരായി പറയണ? തകർക്കാനായിട്ട് അത് വല്ല തുരുമ്പ് പിടിച്ച പഴയ സാധനം വല്ല ആണോ? പറയുന്നത് കേൾക്കുന്നില്ലേ? വേഗം എന്താണ്? വേണ്ട വേണ്ട. എല്ലാം റെഡിയല്ലേ?
വേഗാവട്ടെ. ഓക്കെ സാർ. ഇവരെങ്ങനെ ഇവിടെ എത്തി? വിടരുത് അവരെ. നാശം. അവനെ കൊല്ല. നോക്കി നിൽക്കാതെ ചെല്ല്. ശ്ശേ. നിങ്ങൾക്ക് ആർക്കും അവനെ പിടിക്കാൻ പറ്റുന്നില്ലേ? എന്തോ നാടാ നോക്കി നിൽക്കുന്നത്? വേഗം ചെന്ന് അവനെ പിടിക്ക്. ഇന്നീ ഗുണ്ടകളെ ഞാൻ പരത്തി കളയും. ചെന്ന അവസാനത്തെ ബോംബെടുത്തോണ്ട് വാടോ. നീ വേഗം ചെന്ന ശിവയുടെ കഥ കഴിച്ചേക്ക്. ശിവ, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വെറും 15 സെക്കൻഡ് കൊണ്ട് ബോംബ് പൊട്ടും മോനെ. നമുക്ക് കാണാം. ശിവ, നീ അവിടുന്ന് വേഗം ഓടിക്കോ. അവിടെ ഇപ്പൊ ബോംബ് പൊട്ടാൻ പോവാണ്. വേണ്ട വേണ്ട. ശിവ, ബോംബ് എടുക്കാൻ പോവാണ്. ശിവ, അവനെ ഞാൻ നീ എന്റെ പദ്ധതികളെല്ലാം തന്നെ പൊളിച്ചിരിക്കുന്നു. ഡോക്ടർ ബാങ്ക്സിന്റെ പേര് കേട്ടാൽ ലോകം തന്നെ ഞെട്ടിവിറയ്ക്കും. എന്നെ നീ തോൽപ്പിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ ശരിയാക്കി തരാം. നിന്റെ കഥ കഴിഞ്ഞു.
ഓ, എന്റെ മനുഷ്യനെ കാണുന്നു. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾ എല്ലാരും ധൈര്യമായിട്ടിരിക്കാം. ഇവനെ ഞാൻ ജയിലിലേക്ക് കൊണ്ടുപോയി നിറയെ പച്ചമുളക് തീറ്റിക്കാൻ പോവാ. എടാ ഇവനെ കൊണ്ടുപോ. വിട് വിട് എന്നെ. ഞാൻ ഡോക്ടർ ബാങ്ക് ആണ്. മര്യാദയ്ക്ക് എന്നെ വിട്. താങ്ക് യു ശിവ. ഈ വേദാനഗരത്തിലെ സ്വർണം കളവ് പോകാതിരിക്കാൻ നീ രക്ഷിച്ചു. നിനക്ക് ഗവൺമെന്റിൽ നിന്നും ഒരു അവാർഡ് ഞാൻ വാങ്ങിച്ചു തരാം. താങ്ക്സ് സർ. ഞങ്ങളുടെ ഡോഗിയാണ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്നത്. ഇവൻ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ലോക്കപ്പിൽ നിന്ന് രക്ഷപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് ഇവന് വേണം നന്ദി പറയാൻ. അത് മാത്രമല്ല, അത് നല്ല എല്ലും കഷ്ണവും വാങ്ങിച്ചു കൊടുക്കണം. ഓക്കേ ശിവ.